നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കുകയില്ല. നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭീമാകാരമായ ശരീരം നമുക്ക് നൽകപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്നമാ ബൈന മൽകിരിയൽ കാഫിരി ഫിന്നാരി മസീറത്തു തലാത്തത്തി അയ്യാമി ലിറാകിബിൽ മുസ്രി. ഇതാ നരകത്തിലെ അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞ, സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ആളുകളുടെ രണ്ട് പിരടികൾ തമ്മിലുള്ള ദൂരം 3 ദിവസം. എത്ര പെട്ടെന്ന് ഒരാൾക്ക് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും, അത്രയും വേഗത്തിൽ ഒരാൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും വലിപ്പമായിരിക്കുമെന്ന് സത്യനിഷേധിയുടെ വലിപ്പമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ലിർസുൽ കാഫിരി ഔ നാബുൽ കാഫിർ മിസ്ലു ഉഹദ്. ഒരു സത്യനിഷേധിയുടെ പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ലി, ധാരാളം പല്ലുകളല്ല, ഒരു പല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഹദ് മലയോളം വലിപ്പമുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ എത്രയും ഭീകരമായ ഭീമാകരമായ മല പോലുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. നരകത്തിന്റെ ശിക്ഷ കൂടുതലായി അനുഭവിക്കാൻ വേണ്ടിയാണത്, നരകത്തിൽ കടന്നെരിയാൻ വേണ്ടിയാണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതിയേക്കാം കുറെ കിടക്കുമ്പോൾ ഇതങ്ങ് ശീലമാകുമെന്ന്. അതാദ്യം ഉണ്ടാകുന്ന ഒരു വേദനയില്ല, പിന്നെ അതങ്ങ് ശീലമാകും എന്ന ചിന്ത നമ്മളിൽ വരുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആരും വിചാരിച്ചു പോകേണ്ടതില്ല. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണത്. ഒന്നാം തവണ നമ്മൾ നരകത്തിലിടുമ്പോൾ ഏതവസ്ഥയാണോ അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് എന്നെന്നും ഉണ്ടാവുക. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിൻ നാറാ. നമ്മുടെ ആയാത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയ ആളുകൾ അവർ ഇതാ നരകത്തിലിട്ട് കരിക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറയുന്നു, കുല്ലമാ നൂളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ തൊലികൾ അത് കത്തി നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 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 തൊലികൾ നൽകപ്പെടും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അല്ലാഹു പറയുന്നു, ലിയദൂഖുൽ അദാബ്. എന്തിനു വേണ്ടിയാണത്? ആ നരകശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, ആ നരകശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഇനി ചിന്തിക്കൂ, നമുക്കിത് സഹിക്കാൻ സാധിക്കുമോ?